ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ CA ഇൻ്റർമീഡിയറ്റ് ആൻഡ് CA ഫൈനലിൻ്റെ റിസൾട്ട്സ് ഔട്ടായി. കുറേ പേര് പാസ്സായി, നല്ല റിസൾട്ടായിരുന്നു. പക്ഷേ കുറേ കുട്ടികൾക്ക് ആഗ്രിഗേറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ കുറേ കുട്ടികൾ ഫേസ് ചെയ്തു. അപ്പോൾ സെപ്റ്റംബർ അറ്റംപ്റ്റ് ഇപ്പോൾ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ അറ്റംപ്റ്റ് വരികയാണ്. അപ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ എടുക്കുന്ന 2 പേപ്പേഴ്സാണ്, കോർപ്പറേറ്റ് ലോ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. രണ്ടും തിയറി ബേസ്ഡ് ആയിട്ടൊരു പേപ്പർ ആയതുകൊണ്ട് എങ്ങനെ പ്രോബ്ലം പേപ്പറിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കൺസേൺ എനിക്ക് ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പേപ്പർ 2 കോർപ്പറേറ്റ് ലോ, അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും. ഈ വീഡിയോക്കകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ കോർപ്പറേറ്റ് ലോ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ ഒരു 40 ഡേയ്സും കൊണ്ട് ഈ ഒരു പറയുന്ന പേപ്പർ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതായത് ഞാൻ ഒരിക്കലും പറയില്ല കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ഒരു പേപ്പറിന് വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പോസ്റ്റ് റിസൾട്ട് ആയിക്കോട്ടെ, പ്രീ റിസൾട്ട് ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളൊരു സംഭവം, ലോ എന്ന് പറയുന്ന ഒരു പേപ്പറിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്തോ ടാക്സ് പഠിക്കുന്ന സമയത്തോ, പ്രിഫറബിളി ഓഡിറ്റിംഗ് ആൻഡ് ടാക്സിനോട് ഞാൻ അങ്ങനെ പറയാറില്ല, കാരണം രണ്ടും പ്രൊഫഷണൽ പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഓർക്കാൻ, പക്ഷേ ടാക്സിനോട് അത്രയും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു തിയറി ബേസ്ഡ് പേപ്പർ അല്ലാതെ വരാൻ കോസ്റ്റിങ്ങോ അക്കൗണ്ട്സോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ ഡെയിലി 3 hours വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല എത്ര സ്റ്റുഡൻസിന് അത് അറിയാമെന്ന്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ പ്രിലിമിനറി, ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി, പ്രോസ്പെക്ടസ്, അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിനും ഒരു ബഞ്ചായിട്ട് അവർ ഇട്ടിട്ട് ഇത്ര ചാപ്റ്റേഴ്സിന് 30 to 40% മാർക്ക്, 20 to 30% മാർക്ക്, അങ്ങനെ അവർ വെയിറ്റേജ് ഇട്ടിട്ടുണ്ട്. സോ ഞാനൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് 27th ജൂലൈ, അതായത് നാളെ തൊട്ട് നിങ്ങൾക്ക് സെപ്റ്റംബർ 5th അല്ലെങ്കിൽ 6th എങ്ങനെ ഈ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നൊരു പേപ്പർ വിത്ത് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ഭയങ്കര കുറവാണ്. സോ ഈ റിവിഷന് വേണ്ടിയിട്ടുള്ളൊരു ഡേയ്സ് നമുക്ക് ഭയങ്കര കുറവായിരിക്കും. സോ എങ്ങനെ ഒരു ഡെയിലി ബേസിസിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോവാം. സോ അത് നിങ്ങൾക്ക് ആക്ച്വലി ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് തന്നെ PDF-നകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടേക്കുന്ന ആ ഒരു സെഗ്രിഗേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ലോയ്ക്ക് വിട്ടിട്ടുണ്ട്, അതർ ലോയ്ക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസവും എത്ര ടോപ്പിക് വെച്ച് പഠിക്കണം. നിങ്ങൾ 3 hours കൂടുതൽ കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞൊരു പേപ്പറിന് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം യു ക്യാൻ ഗിവ് മോർ ടൈം ടു ടാക്സ് ഓർ യു ക്യാൻ ഗിവ് മോർ ടൈം ടു അക്കൗണ്ട്സ്. കാരണം ആ 2 പേപ്പേഴ്സും കുറച്ചും കൂടെ വോളിയമാണ് കമ്പയർഡ് ടു കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഏത് ചാപ്റ്റർ പ്രയോറിറ്റി കൊടുക്കണം, ഒരു ദിവസം എത്ര ടോപ്പിക്ക് പഠിക്കണം, ഏതൊക്കെ സെക്ഷൻസ് ഫോക്കസ് ചെയ്യണം, ഇതൊക്കെ ഞാൻ ഓരോ ഡേയ്സിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ PDF-നകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ PDF-ൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് പ്രിന്റ് എടുക്കുന്നതാണ് നല്ലത്. കാരണം ഞാനത് 3 columns ആയിട്ടാണ്, നിങ്ങൾക്കത് കാണാൻ പറ്റും വീഡിയോയിൽ, 3 columns ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഒന്ന് ഡേറ്റ് ഉണ്ടാകും, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, അല്ലെ പഠിക്കേണ്ട ടോപ്പിക് ഏതാണ്, സെക്ഷൻ നമ്പേഴ്സ് ഏതാണ്. തൊട്ടിപ്പുറത്ത് യു വിൽ ഓൾസോ സീ എ കോളം കോൾ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ്. എന്താണ് ഈ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ്? നമ്മുടെ IIIക്ക് തന്നെ വർക്ക് ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ് വർക്ക് ബുക്ക്. അപ്പോൾ വർക്ക് ബുക്കിനകത്ത് അതതായ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യണം. കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം, നിങ്ങൾ ലോ വായിച്ച് പഠിക്കും, യു വിൽ നോട്ട് പ്രാക്ടീസ് എ ക്വസ്റ്റ്യൻ. അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, കോസ്റ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും അത് ക്ലാസ്സിൽ ഇരുന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോർപ്പറേറ്റ് ലോയുടെ നമ്മളിപ്പം റെഗുലർ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് സോൾവ് ചെയ്തിട്ടുണ്ടാവും. അല്ല ഇപ്പം നോൺ ട്രിപ്പിൾ ഐ സ്റ്റുഡൻസ് ആണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ തൊട്ടിപ്പുറത്തൊരു 3rd column നിങ്ങൾക്ക് കാണാൻ പറ്റും, വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചാപ്റ്റർ 1 ഇട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ചാപ്റ്റർ 1 ഓർഡറിലാണ് അത് കൊടുത്തേക്കുന്നത്, ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. സോ അവിടെ ഞാനൊരു 6 സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ 6 സെക്ഷൻസ് നിങ്ങളൊന്ന് പഠിക്കണം. 3 മണിക്കൂറാണ് കൊടുത്തേക്കണേ. ഇനി അടുപ്പിച്ച് 3 മണിക്കൂറാണോ പഠിക്കേണ്ടത്? അല്ല. രാവിലെ ഒരു 1.5 hours നിങ്ങൾ പഠിക്കും, വൈകുന്നേരത്തെ 1.5 hours യു വിൽ പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ വർക്ക് ബുക്ക് കോളത്തിനകത്ത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു 6 ടോപ്പിക് ഉണ്ടെങ്കിൽ 6 ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വർക്ക് ബുക്കിലുള്ളത്, ക്വസ്റ്റ്യൻ നമ്പർ ഉൾപ്പെടെ അവിടെ നിങ്ങൾ എഴുതി വെക്കണം. എന്തിനാണ്? ദിസ് ഇസ് ടു റിവൈസ് ദ ഡേ ബിഫോർ എക്സാം. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ പറയുന്ന പോർഷനിൽ നിന്ന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ യു ക്യാൻ മാർക്ക് ഇറ്റ് വിത്ത് എ ഹൈലൈറ്റർ ഓർ എ റെഡ് പെൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആക്ച്വലി ഡിഫിക്കൽട്ടാണ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർ ആയിട്ട് 5-6 ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബോണസ് ഇഷ്യൂനെ റിലേറ്റ് ചെയ്യുന്ന വർക്ക് ബുക്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
ആ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ചെയ്താൽ യു നോ വാട്ട് ഇസ് ബോണസ് ഇഷ്യൂ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഒരു 6 സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്യുന്ന എത്ര ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പറും പേജ് നമ്പറും കൊടുക്കുക. സോ അതിങ്ങനെ ഒരു കോളം പോലെ നിങ്ങൾ എഴുതി പോയിട്ട് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 40 ഡേയ്സും കൊണ്ട് ജസ്റ്റ് 3 hours സ്പെൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നൊരു പേപ്പർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിന് ഏറ്റവും വലിയ ഗുണം ഇറ്റ് വിൽ ഹെൽപ്പ് യു ഫോർ എൻ എക്സംഷൻ. ഇപ്പം നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം, ദിസ് ഇസ് ദ സെയിം പാറ്റേൺ ഐ ഫോളോഡ് ഫോർ May 2024 എക്സാം. സോ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കോർപ്പറേറ്റ് പഠിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആവുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ABC അനാലിസിസ് ആണ്. പ്രയോറിറ്റി ബേസിസിൽ ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ അതിൻ്റെ PDF ആണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ പോകരുത്. കാരണം 30 മാർക്സ് ആണ് MCQയിൽ വരുന്നത്. അപ്പോൾ MCQ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. MCQ പ്രാക്ടീസ് വേണം. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് സെക്കൻഡ്, ഈ നമ്മൾ ചാപ്റ്റർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ പ്രയോറിറ്റി, ഞാൻ പറയുന്നതല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞേക്കുന്നതാണ് ചാപ്റ്റർ വെയിറ്റേജ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് പ്രയോറിറ്റി ദാറ്റ് യു ഹാവ് ടു ഗിവ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നെ ബൂസ്റ്റ് ചെയ്യും. ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം. One more last thing I would say, how to present an answer. 3 different paragraph ആയിട്ട് പ്രസന്റ് ചെയ്യുക. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് എന്താണോ പറയുന്നത്, യു വിൽ റൈറ്റ് ഇൻ ദ പ്രൊവിഷൻ കോളം. അനാലിസിസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റനിൽ കൊടുത്തേക്കുന്ന ഫാക്ട്സ് ഓഫ് ദ കേസ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഹൗ വിൽ യു റിലേറ്റ് ദ അനാലിസിസ് വിത്ത് ദ പ്രൊവിഷൻ. ഇങ്ങനെ 3 different paragraphs ആയിട്ട് വേണം ആൻസർ പ്രസന്റ് ചെയ്യാൻ. ഇതൊരു കോമൺ കൺസേൺ ആണ്, ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞേ ഉള്ളൂ. സോ ഫീൽ ഫ്രീ ടു ആസ്ക് എനി ഡൗട്ട്സ്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ കം ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഒട്ടും ഹോപ്പ് കളയരുത്. ഗിവ് യുവർ 100%. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് അറ്റംപ്റ്റ്. നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാകും. സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. ആൻഡ് വി ആർ ഓൾ വിത്ത് യു. ഗിവ് യുവർ ബെസ്റ്റ്. താങ്ക് യു.